ഓക്കെ, വെൽക്കം ബാക്ക്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് ലോ ഓഫ് ഫ്ലോട്ടേഷൻ. ലോ ഓഫ് ഫ്ലോട്ടേഷൻ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ബീക്കറിൽ ഇതിനകത്തൊരു ലിക്വിഡ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ ഈ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി റോ ആയിട്ട് എടുക്കുന്നു. ലിക്വിഡിൻ്റെ ഡെൻസിറ്റി റോ. ഓക്കെ, ഇതിനകത്ത് ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യാണ്. ബോഡി ഫ്ലോട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗം ഉള്ളിലും കുറച്ച് ഭാഗം പുറമേ ഒക്കെ ആയിട്ട് ആ ബോഡി ഫ്ലോട്ട് ചെയ്യാണ്. പകുതി ഉള്ളിൽ പകുതി പുറമേ എന്നൊന്നും പറയാൻ പറ്റില്ല. അത് അതിൻ്റെ ഡെൻസിറ്റിയെ ആശ്രയിച്ചിരിക്കും, എത്ര ഭാഗം ഉള്ളിലേക്ക് പോകണം എന്നുള്ളത്. ഈ ബോഡിയുടെ ഡെൻസിറ്റി നമ്മൾ സിഗ്മ ആയിട്ട് എടുക്കുന്നു. ബോഡീൻ്റെ ഡെൻസിറ്റി സിഗ്മ. ഓക്കെ, അപ്പോൾ ബോഡി ഫ്ലോട്ട് ചെയ്യാണ്. അപ്പോൾ ലോ ഓഫ് ഫ്ലോട്ടേഷൻ പറയുന്നത് ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ വെയ്റ്റ് ഓഫ് ദ ബോഡി okay equal to weight of liquid displaced by the body. Weight of liquid displaced by the body. Weight of liquid displaced by the body. ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ജനറൽ ഇക്വേഷൻ. വെയ്റ്റ് ഓഫ് ദ ബോഡി ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. ഓക്കെ, അപ്പോൾ ഇതിൽ വെയ്റ്റ് ഓഫ് ദ ബോഡി എന്ന് പറയുമ്പോൾ ഈ ബോഡീൻ്റെ വെയ്റ്റ് നമുക്ക് mg എന്ന് കൊടുക്കാം. m അതിൻ്റെ മാസ്സായിട്ട് എടുത്താൽ mg. വെയ്റ്റ് ഓഫ് ദ ബോഡി mg. ഓക്കെ, ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. വെയ്റ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. ഈ ലിക്വിഡ് എവിടെ നിന്നാണ് ഡിസ്പ്ലേസ്ഡ് ആവുക? എവിടെ നിന്നാണ്? ഇപ്പോൾ ബോഡിയുടെ ഇത്രയും പാർട്ടല്ലേ ഉള്ളിലുള്ളത്. അപ്പോൾ ഇത്രയും പാർട്ടിലുള്ള ഈ പാർട്ടിൽ ബോഡി വരുന്നതിന് മുമ്പ് ഇത്രയും പാർട്ടിൽ ആരുണ്ടായിരുന്നു? ലിക്വിഡ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും പാർട്ടിലുണ്ടായിരുന്ന ലിക്വിഡ് ഇവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആവും. അങ്ങനെ ഡിസ്പ്ലേസ്ഡ് ആകുന്നത് കൊണ്ടാണ് ഇവിടെ ലെവൽ കൂടുന്നത്. ബോഡി വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് ലെവൽ കൂടില്ല ലിക്വിഡിൻ്റെ. കാരണം ഇവിടെയുള്ള ഈ സ്ഥലത്തുള്ള ഇവിടെയുള്ള ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആകുന്നതുകൊണ്ടാണ്. ഡിസ്പ്ലേസ്ഡ് ആകുമ്പോൾ ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ ലെവൽ കുറച്ച് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇത്രയും സ്ഥലത്തുള്ള ഉണ്ടായിരുന്ന ലിക്വിഡാണ് എന്താവുക? ഡിസ്പ്ലേസ്ഡ് ആവുക. ഓക്കെ, ആ വോളിയം ഞാൻ വി ഡാഷ് എന്നെടുത്തു. വി ഡാഷ് എന്ന് വെച്ചാൽ ഈ സ്ഥലത്തിൻ്റെ വോളിയാണ്. ഈ കാണിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ വോളിയം ഞാൻ വി ഡാഷ് എന്നെടുത്തു. അപ്പോൾ ഇത്രയും ലിക്വിഡാണ് വി ഡാഷ് വോളിയത്തിൽ വരുന്ന ലിക്വിഡാണ് ഡിസ്പ്ലേസ്ഡ് ആവുക അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ വെയിറ്റ് എഴുതണം. വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. വെയിറ്റ് എങ്ങനെ എഴുതും? mg. അപ്പോൾ മാസ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് വേണം അല്ലേ. അപ്പോൾ മാസ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. ഓക്കെ, മാസ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ഇൻറ്റു ജി വരും. മാസ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ഇൻറ്റു ജി വരും. അതായിരിക്കുമല്ലോ വെയിറ്റ്. ഓക്കെ, ഈ എം എന്ന് പറയുമ്പോൾ ഇത് വെയിറ്റ് ഓഫ് ദ ബോഡിയാണ്. അപ്പോൾ ഇത് മാസ് ഓഫ് ദ ബോഡിയാണ്. മാസ് ഓഫ് ദ ബോഡീൻ്റെ മാസ് എങ്ങനെയാണ് കാണുക? മാസ് എന്ന് പറയുമ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ബോഡീൻ്റെതാണ്. അപ്പോൾ ബോഡീൻ്റെ ഈ ടോട്ടൽ വോളിയം ഞാൻ വി എന്നെടുക്കുന്നു. നമ്മൾ വി എന്നെടുക്കുന്നു. അപ്പോൾ ഇത് മാസ് ഓഫ് ദ ബോഡിയാണ്. മാസ് എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയമാണ്.
ഓക്കെ. വി വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആരുടെ ബോഡീൻ്റെ ആണ്. ബോഡീൻ്റെ ഡെൻസിറ്റി സിഗ്മയാണ്. ബോഡീൻ്റെ ഡെൻസിറ്റി സിഗ്മ. അപ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മാസ്സായി, മാസ് ഓഫ് ദ ബോഡി ആയി, ഇൻറ്റു ജി ഈക്വൽ ടു എഗെയിൻ ഇവിടെ വേണ്ടത് മാസ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ് എന്നാണ്. ഡിസ്പ്ലേസ്ഡ് ആയ എവിടെ നിന്നാണ് ഡിസ്പ്ലേസ്ഡ് ആയ, അപ്പോൾ മാസ്സാണ്. എഗെയിൻ മാസ് എന്ന് പറയുമ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ഓക്കെ. പക്ഷേ എവിടെ നിന്നാണ് ഡിസ്പ്ലേസ്ഡ് ആയത് ഈ സ്ഥലത്തുള്ള സംഭവമല്ലേ, ഇവിടെ നിന്നാണ് ഡിസ്പ്ലേസ്ഡ് ആയത് അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്ഡ് ആയതിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ വി ഡാഷ് ആണ്. ഒരു ബോഡി ഇതിനകത്ത് കംപ്ലീറ്റ് മുങ്ങിയെന്ന് വിചാരിച്ചാൽ, കംപ്ലീറ്റ് ഇമ്മേഴ്സ്ഡ് ആയി, കംപ്ലീറ്റ് മുങ്ങിക്കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് സ്ഥലത്തുള്ള ലിക്വിഡും എന്താവും, ഡിസ്പ്ലേസ്ഡ് ആവും. ഈ കംപ്ലീറ്റ് സ്ഥലത്തുള്ള ലിക്വിഡും ഡിസ്പ്ലേസ്ഡ് ആവും. ഇവിടുന്ന് ലിക്വിഡ് മാറിക്കൊടുക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വോളിയം ആരുടെ, ബോഡീൻ്റെ വോളിയമാണ്. ഇതിൻ്റെ വോളിയം ആയിരിക്കും, കംപ്ലീറ്റ് ഇമ്മേഴ്സ്ഡ് ആയുള്ള കാര്യം പറയുന്നത്. ഈ ബോഡീൻ്റെ വോളിയം ആയിരിക്കും, ഇതിൻ്റെ വോളിയം ആയിരിക്കും ഡിസ്പ്ലേസ്ഡ് ആകുന്ന ലിക്വിഡിൻ്റെ വോളിയം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എങ്ങനെയാണ്, ഈ സ്ഥലത്തുള്ള ലിക്വിഡാണ് ഡിസ്പ്ലേസ്ഡ് ആവും. അപ്പോൾ വോളിയം എന്ന് പറയുമ്പോൾ വി ഡാഷ് ആണ്. ആരെ വോളിയം, ഡിസ്പ്ലേസ്ഡ് ആകുന്ന ലിക്വിഡിൻ്റെ വോളിയം. അപ്പോൾ വോളിയം വി ഡാഷ് ആണ്. വോളിയം വി ഡാഷ് ഈസ് ദ വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്. വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആരുടേത്, ലിക്വിഡിൻ്റെതാണ്. ലിക്വിഡിൻ്റെ ഡെൻസിറ്റി റോ ആണ്, റോ ജി. സോ ജി ക്യാൻസൽ. സോ വി സിഗ്മ ഈക്വൽ ടു വി ഡാഷ് റോ. വി സിഗ്മ ഈക്വൽ ടു വി ഡാഷ് റോ വെൻ എ ബോഡി ഫ്ലോട്ട്സ്. ഓക്കെ. അപ്പോൾ ഇതാണ് ലോ ഓഫ് ഫ്ലോട്ടേഷൻ പറയുന്നത്. അപ്പം ബോഡി ഫ്ലോട്ട് ചെയ്യുമ്പോൾ ബോറിൻ്റെ ഇക്വേഷനാണ്. ബോഡി ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതാ ഇക്വേഷൻ, വെയിറ്റ് ഓഫ് ദ ബോഡി ഈക്വൽ ടു വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. ഓക്കെ. ഇനി നമ്മളിതിൽ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പോവാണ്. അതായത് ഫ്രാക്ഷണൽ വോളിയം സബ്മേർജ്ഡ്. ഓക്കെ. അതായത് എത്ര ഭാഗം സബ്മേർജ്ഡ് ഉള്ളിലുണ്ട്, ഫ്രാക്ഷനാണ്. ഫ്രാക്ഷൻ എന്ന് പറയുമ്പം ടോട്ടൽ വോളിയം എത്രയാണ്, വി. ടോട്ടൽ വോളിയം വി അല്ലേ. വിയുടെ എത്ര ഭാഗം ഉള്ളിലാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കാണേണ്ടത്. എത്ര ഭാഗം ഉള്ളിൽ, വി ഡാഷ്. അപ്പോൾ വി ഡാഷ് ബൈ വി ഈ സാധനമാണ്. എന്ന് പറഞ്ഞാൽ വി ആണ് ടോട്ടൽ വോളിയം. ടോട്ടൽ വോളിയത്തിൽ വി ഡാഷ്. ഇപ്പോൾ ഇങ്ങനെ 3/7 എല്ലാം പറയില്ല നമ്മൾ 7. അപ്പോൾ ടോട്ടൽ 7 3 ഭാഗം ഉള്ളിൽ എന്ന് പറയില്ല, ആ രൂപത്തിൽ പറയില്ല. അതാണ് ഫ്രാക്ഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പം വി ഡാഷ് ബൈ വി ആണ് കാണേണ്ടത്. ഡിനോമിനേറ്ററിൽ ടോട്ടൽ വോളിയം, അതിൽ എത്ര ഭാഗമാണ് ഉള്ളിൽ, വി ഡാഷ്. അപ്പോൾ ഇതാണ് ഈ സംഭവമാണ് കണ്ടുപിടിക്കേണ്ടത്, വി ഡാഷ് ബൈ വി. ഇതിൻ്റെ പേരാണ് ഫ്രാക്ഷണൽ വോളിയം സബ്മേർജ്ഡ്. ഈ ഉള്ളിൽ ഇമ്മേഴ്സ്ഡായ മുങ്ങിയിരിക്കുന്ന ഭാഗം, അതിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ ഇക്വേഷൻ വി സിഗ്മ ഈക്വൽ ടു വി ഡാഷ് റോ. ഓക്കെ. വി സിഗ്മ ഈക്വൽ ടു വി ഡാഷ് റോ. ഓക്കെ. വി സിഗ്മ ഈക്വൽ ടു വി ഡാഷ് റോ. ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യാണ്. അപ്പോൾ കണ്ടുപിടിക്കേണ്ട എന്തായിരുന്നു, വി ഡാഷ് ബൈ വി. ഓക്കെ. അപ്പോൾ വി ഡാഷ് ബൈ വി എന്ത് വരും, വി അങ്ങോട്ട് വി ഡാഷ് ബൈ വി ഈക്വൽ സിഗ്മ ബൈ റോ വരും. വി ഡാഷ് ബൈ വി ഈക്വൽ ടു സിഗ്മ ബൈ റോ വരും. സിഗ്മ എന്താണ്, സിഗ്മ ഡെൻസിറ്റി ഓഫ് ബോഡിയാണ് അല്ലേ. സിഗ്മ ഡെൻസിറ്റി ഓഫ് ബോഡി, റോ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ഇങ്ങനെ ചെയ്യുന്നു, ഫ്രാക്ഷണൽ വോളിയം എക്സ്പോസ്ഡ്. അതായത് ഇതിൻ്റെ ഈ ബോഡിയുടെ എത്ര വോളിയം എക്സ്പോസ് പുറമേ ഉണ്ട്, എത്ര വോളിയം ഉണ്ട്, പുറമേ എത്ര ഉണ്ടാവും, ടോട്ടൽ വി അല്ലേ. അപ്പോൾ പുറമേ എത്ര ഉണ്ടാവും, വി മൈനസ് വി ഡാഷ് ഉണ്ടാവും. ഈ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ
ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ പുറമേ ഉള്ളത് വി മൈനസ് വി ഡാഷാണ്. വി മൈനസ് വി ഡാഷാണ് പുറമേ ഉള്ളത്. അതിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ അതിനെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടോട്ടൽ എന്ന് പറഞ്ഞാൽ വി ആണ്. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് വി മൈനസ് വി ഡാഷ് പുറമേ ഉള്ളത് ബൈ വി ആണ്. ടോട്ടൽ വോളിയം ഡിനോമിനേറ്ററിൽ. അപ്പോൾ ഫ്രാക്ഷൻ കിട്ടും. അപ്പോൾ ഈ സംഭവമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഉള്ളിലുള്ള ഭാഗത്തിൻ്റെ, ഉള്ളിലുള്ളത് വി ഡാഷ് ആണ്, ഉള്ളിലുള്ള ഭാഗത്തിൻ്റെ ഫ്രാക്ഷനാണ്. ഇനി കണ്ടുപിടിക്കേണ്ടത് പുറമേയുള്ള ഭാഗത്തിൻ്റെ, അത് എന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, വി ഡാഷ് ബൈ വി ഈക്വൽ ടു സിഗ്മ ബൈ റോ. അങ്ങനെ ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യൂ, ഇവിടെ നമ്മൾ 1 മൈനസ് വി ഡാഷ് ബൈ വി എടുക്കുന്നു. എന്നില്ല, ഇവിടെ ഒരു 1 മൈനസ് ആഡ് ചെയ്തു. അപ്പം ഇങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ 1 മൈനസ് ഇങ്ങനെ എഴുതണം അല്ലേ. ഇവിടെ 1 മൈനസ് എന്ന് എഴുതുമ്പോൾ അവിടെയും 1 മൈനസ് ആ രൂപത്തിൽ എഴുതി. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ വി മൈനസ് വി ഡാഷ് ബൈ വി ആവൂലേ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സംഭവം കിട്ടൂല, ഇത് കിട്ടുമല്ലോ. ഓക്കെ, ഈക്വൽ ടു എന്തായി 1 മൈനസ് സിഗ്മ ബൈ റോ. ഓക്കെ, ഇതാണ് ഫ്രാക്ഷണൽ വോളിയം എക്സ്പോസ്ഡ്. എത്ര ഭാഗം, എത്ര ഫ്രാക്ഷൻ പുറമെയാണ്, നേരത്തെ കണ്ടത് എത്ര ഭാഗം ഉള്ളിലാണ് എന്നുള്ള സംഭവം. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇതിൽ ഓർമ്മിക്കേണ്ടത്, ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജനറൽ ഫോർമുല എന്തായിരുന്നു? ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ഓഫ് ദ ബോഡി ഈക്വൽ ടു വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, നെക്സ്റ്റ്, ഇപ്പോൾ നമ്മൾ ഒരു ബീക്കറിൽ ഇതിനകത്ത് 2 ഇമ്മിസിബിൾ ലിക്വിഡ് ആയിരിക്കും, പരസ്പരം മിക്സ് ആവാത്ത 2 ലിക്വിഡ് ഇതിനകത്ത് വിചാരിക്കും. അപ്പോൾ ഇവിടെ ഒരു ലിക്വിഡ്, ഓക്കെ, ഇതിൽ ഇവിടെ വേറൊരു ലിക്വിഡ്, റെഡി. ഈ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ഞാൻ റോ 1 എടുക്കുന്നു. റോ 1 ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ് റോ 1. ഈ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി റോ 2 എന്ന് എടുക്കുന്നു. റോ 1 റോ 2 ഓരോ ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ്. അപ്പം നമ്മൾ വേറൊരു ബോഡി എടുക്കുന്നു. ഈ ബോഡിക്ക്, അപ്പോൾ ഈ രണ്ട് ലിക്വിഡിൻ്റെ കൂട്ടത്തിൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും, പരസ്പരം മിക്സ് ആകുന്നില്ല. അപ്പോൾ ഈ 2 കൂട്ടത്തിൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഡെൻസിറ്റി കൂടുതൽ താഴെയുള്ളതിനായിരിക്കും അല്ലേ, ഇതിനായിരിക്കും ഡെൻസിറ്റി കൂടുതൽ. മുകളിലുള്ള ഡെൻസിറ്റി കുറഞ്ഞ സാധനമല്ലേ പൊങ്ങി നിൽക്കുക. അപ്പോൾ ഇത് പൊങ്ങി നിൽക്കുന്നു, അപ്പോൾ ഇതിന് ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബോഡിനായിരിക്കും. ബോഡീൻ്റെ ഡെൻസിറ്റി നമ്മൾ സിഗ്മ എന്നെടുത്തു. ബോഡീൻ്റെ ഡെൻസിറ്റി സിഗ്മ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഡെൻസിറ്റി സിഗ്മ. ഇതിൻ്റെ ഡെൻസിറ്റി ഇല്ലേ, ഇതിൻ്റെ ഡെൻസിറ്റി ഈ ഫസ്റ്റ് ലിക്വിഡിൻ്റെ ഡെൻസിറ്റിനേക്കാൾ കൂടുതലാണെന്നായിരിക്കും. അപ്പോൾ ഇതിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ ഇതിനേക്കാൾ കൂടുതലാണെങ്കിൽ ബോഡിനെ നമ്മൾ ഇതിലേക്ക് ഇട്ടാൽ എന്താവും? ഇതിലേക്ക് ഇട്ടാൽ ഇതിലൂടെ അങ്ങ് താഴ്ന്നു പോകും, കാരണം ഡെൻസിറ്റി കൂടുതലാണ് ബോഡിക്ക്. എന്നിട്ട് നിങ്ങൾ വിചാരിച്ചോ ഈ ലിക്വിഡിനേക്കാളും ഡെൻസിറ്റി കുറവാണ്. ഡെൻസിറ്റി കുറവാണെങ്കിൽ എന്ത് ചെയ്യും? അത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കും, ഫ്ലോട്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഈ ബോഡീനെ നമ്മൾ ഇതിലേക്ക് ഇട്ടാൽ ഇതിലൂടെ താഴ്ന്നു പോകും, കാരണം ഇതിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ ഇതിലൂടെ താഴ്ന്നു പോകും, പക്ഷേ ഇതിനേക്കാൾ ഡെൻസിറ്റി കുറവാണ് ബോഡിക്ക്. അപ്പോൾ ഇവിടെ വന്ന് ഫ്ലോട്ട് ചെയ്യും. അപ്പോൾ പിക്ചർ എങ്ങനെയാവും? അപ്പോൾ ഇതിനിടയിൽ വന്ന് ഇവിടെ ഞാൻ വന്ന് ഫ്ലോട്ട് ചെയ്തു എന്ന് വിചാരിച്ചു, ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ബോഡീൻ്റെ ഡെൻസിറ്റി ഞാൻ പറഞ്ഞു സിഗ്മയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഫ്ലോട്ട് ചെയ്യാണ് അല്ലേ. ഫ്ലോട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്തായിരുന്നു? ഫ്ലോട്ട് ചെയ്യുമ്പോൾ വെയിറ്റ് ഓഫ് ദ ബോഡി, അല്ല നമ്മൾ ജനറൽ ഫോർമുല, വെയിറ്റ് ഓഫ് ദ ബോഡി ഈക്വൽ ടു വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് എന്നാണ്. വെയിറ്റ് ഓഫ് ദ ബോഡി ഈക്വൽ ടു വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. അപ്പം നമുക്ക് ഫസ്റ്റ് വേണ്ടത് വെയിറ്റ് ഓഫ് ദ ബോഡി. ഈ ബോഡീൻ്റെതാണ്. ബോഡീൻ്റെ വെയിറ്റ് എന്ന് വെച്ചാൽ mg. അപ്പോൾ m എന്ന് പറയുമ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ആ രൂപത്തിൽ എപ്പോൾ അങ്ങനെ ചെയ്താൽ മാസിന വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വെയിറ്റ് ഓഫ് ദ ബോഡിയാണ്, ബോഡി. അപ്പോൾ ഈ ബോഡീൻ്റെ മാസ്സാണ് വേണ്ട, ബോഡീൻ്റെ മാസ്. അപ്പോൾ ഈ ബോഡീൻ്റെ വോളിയം ഞാൻ v എടുത്തു. ബോഡീൻ്റെ വോളിയം v, ബോഡീൻ്റെ ടോട്ടൽ വോളിയം v. വോളിയം ഇൻറ്റു ഡെൻസിറ്റി, ബോഡീൻ്റെ ഡെൻസിറ്റി ഏതാ? സിഗ്മ. അപ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി അല്ലേ മാസ്. അപ്പോൾ v സിഗ്മ, ഓക്കെ, മാസ് ഓഫ് ദ ആരെ? ബോഡീൻ്റെ ഇൻറ്റു g, v സിഗ്മ g. ഇതാണ് വെയിറ്റ് ഓഫ് ദ ബോഡി ഈക്വൽ വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്.
ഇവിടെ എത്ര ലിക്വിഡ് ഉണ്ട്? 2 ലിക്വിഡ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇത്രയും സ്ഥലത്ത് നിന്ന് ഓക്കെ, ഇത്രയും സ്ഥലത്ത് ആരായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്? ഈ ഫസ്റ്റ് ലിക്വിഡാണ്, ഈ ഫസ്റ്റ് ലിക്വിഡ്. അപ്പോൾ ഇത്രയും സ്ഥലത്ത് നിന്ന് ഈ ഫസ്റ്റ് ലിക്വിഡ്, മുകളിലുള്ള ലിക്വിഡ്, ആ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആവും. ഇത്രയും സ്ഥലത്ത് നിന്ന് ആ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആവും. അപ്പോൾ ഞാൻ വോളിയം V1 എടുത്തു, ആ വോളിയം V1 എടുത്തു. ഓക്കെ, അപ്പോൾ V1 വോളിയം ഇവിടെ നേരത്തെ ആ ലിക്വിഡ് ഉണ്ടായിരുന്നു, ബോഡി വന്നു നിന്നാൽ അവിടെ നിന്ന് ലിക്വിഡ് മാറി കൊടുക്കണ്ടേ? ഓക്കെ, അപ്പോൾ ഈ V1 സ്ഥലത്തുള്ള ഫസ്റ്റ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആവും. അപ്പോൾ വോളിയം V1 ആണ് ഡിസ്പ്ലേസ്ഡ് ആകുന്ന ലിക്വിഡിൻ്റെ വോളിയം. ഓക്കെ, അപ്പോൾ വോളിയം V1 ആണ്. വോളിയം ഇൻറ്റു ഡെൻസിറ്റി അല്ലേ മാസ്. ഈ ലിക്വിഡ് അല്ലേ, ഫസ്റ്റ് ലിക്വിഡ് അല്ലേ ഡിസ്പ്ലേസ്ഡ് ആകുന്നത്. ഫസ്റ്റ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആകുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി, ഇവിടെ ലിക്വിഡിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്, ശരിയല്ലേ? അപ്പോൾ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി റോ 1 ആണ്. അപ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്തായി? മാസായി. മാസ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്, മാസ് ഓഫ് ലിക്വിഡ്, ഫസ്റ്റ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. ഓക്കെ, മാസായി ഇൻറ്റു ജി. അപ്പോൾ വെയിറ്റ് കിട്ടി. പ്ലസ് ഈ ലിക്വിഡ്, ഫസ്റ്റ് ലിക്വിഡ്, ഈ ലിക്വിഡ് മാത്രമല്ലല്ലോ ഡിസ്പ്ലേസ്ഡ് ആവുക, ഇത്രയും സ്ഥലത്ത് നിന്ന് അല്ലേ? അപ്പോൾ ഇത്രയും സ്ഥലം എന്നുള്ള ഈ വോളിയം ഞാൻ V2 എന്ന് വിളിച്ചു, വോളിയം V2. ഇത്രയും സ്ഥലത്ത് നിന്ന് ഈ ലിക്വിഡും സെക്കൻഡ് ലിക്വിഡും അത് ഡിസ്പ്ലേസ്ഡ് ആവും. ഓക്കെ, അപ്പോൾ വോളിയം എത്രയാണ്? വോളിയം V2. ഓക്കെ, അപ്പോൾ വോളിയം V2, വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ഈ ലിക്വിഡ് അല്ലേ ഡിസ്പ്ലേസ്ഡ് ആകുന്നത്, അപ്പോൾ ഈ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്, അപ്പോൾ ഡെൻസിറ്റി റോ 2 ആണ്. വോളിയം ഇൻറ്റു ഡെൻസിറ്റി മാസായി ഇൻറ്റു ജി വെയിറ്റ് ആയി. ഓക്കെ, അപ്പോൾ ജി എല്ലാത്തൊന്നും ക്യാൻസൽ ആവും. സോ V സിഗ്മ ഈക്വൽ ടു V1 റോ 1 പ്ലസ് V2 റോ 2 ഇങ്ങനെ കിട്ടും. V സിഗ്മ ഈക്വൽ ടു V1 റോ 1 പ്ലസ് V2 റോ 2. ഒരു ബോഡി രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡിൻ്റെ ഇടയിലായി വന്ന് ഫ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫോർമുല കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് റിലേറ്റീവ് ഡെൻസിറ്റി ഓർ specific gravity. Relative density or specific gravity. Okay, relative density ഞാൻ തൽക്കാലം RD എന്ന് കൊടുക്കുന്നു. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ ബോഡി. എന്ന് വെച്ചാൽ റിലേറ്റീവ് ഡെൻസിറ്റി ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഈ ബോഡീൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇതിൻ്റെ ഡെൻസിറ്റി ബൈ വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഡെൻസിറ്റി ഓഫ് ബോഡി ഓക്കെ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് ബോഡി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ബോഡി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറയുന്നു റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് എന്ന് പറയുന്നു. ഓക്കെ, റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എടുക്കണം. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ, ആ രൂപത്തിൽ വരും. ഓക്കെ, ഇനി റിലേറ്റീവ് ഡെൻസിറ്റിക്ക് ഇതിന് യൂണിറ്റോ ഡയമെൻഷണൽ ഫോമിലൊന്നും ഉണ്ടാവില്ല. കാരണം ഇവിടെയും ഡെൻസിറ്റിയാണ്, ഡെൻസിറ്റി. അപ്പോൾ യൂണിറ്റുകൾ തമ്മിൽ എന്താവും? ക്യാൻസൽ ആവും. സോ ഇറ്റ് ഹാസ് നോ യൂണിറ്റ് ആൻഡ് നോ ഡയമെൻഷണൽ ഫോമുല. ഇനി നമ്മളിപ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 അല്ലേ? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലേ ഡെൻസിറ്റി ഓഫ് വാട്ടർ അല്ലേ? അല്ലെങ്കിൽ CGS പറയുകയാണെങ്കിൽ 1 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുന്നത് CGS സിസ്റ്റത്തിലാണെന്ന് വിചാരിക്കും. പ്രോബ്ലം ചെയ്യുന്നത് ഗ്രാം സെൻറ്റിമീറ്ററിലൊക്കെയാണ്, CGSലാണെന്ന് വിചാരിക്കൂ. അങ്ങനെ CGSലാണ് പ്രോബ്ലം ചെയ്യുന്നതെങ്കിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്തായി? ഡെൻസിറ്റി ഓഫ് വാട്ടർ 1 ആയി. CGSലാണ് ചെയ്യുന്നതെങ്കിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ 1 ആയി. ഇത് 1 ആയി. അപ്പോൾ 1 ആകുന്ന സമയത്ത് ഡിനോമിനേറ്റർ 1 ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? അപ്പോൾ ഡെൻസിറ്റി ഓഫ് ബോഡി ആയിരിക്കും റിലേറ്റീവ് ഡെൻസിറ്റി. കാരണം ഇത് 1 ആണല്ലോ, ഇത് 1 ആണ്.
അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി ആയിരിക്കും ഡെൻസിറ്റി ഓഫ് ബോഡി. ആ രൂപത്തിൽ കിട്ടും. ഈ വാല്യൂ തന്നെയായിരിക്കും ഡെൻസിറ്റി ഓഫ് ബോഡി എന്നുള്ള രൂപത്തിൽ കിട്ടും. പ്രോബ്ലം ചെയ്യുന്നത് CGS-ലാണെങ്കിൽ. ഓക്കെ, ഇനി റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ബോഡി വേറൊരു ഫോമുലയാണ് വെയിറ്റ് ഓഫ് ദ ബോഡി, ബോഡീൻ്റെ വെയിറ്റ്. ഇത് നമ്മൾ ഡെൻസിറ്റി ഓഫ് ബോഡി നമ്മൾ സിഗ്മ ആയിട്ട് എടുക്കുന്നത്. ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ റോ വാട്ടർ അല്ലേ, ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ബോഡി അനദർ ഫോമുല വെയിറ്റ് ഓഫ് ദ ബോഡി ഡിവൈഡഡ് ബൈ ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ബോഡി ഇൻ വാട്ടർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞല്ലേ, ഒരു ബോഡീനെ വാട്ടറിൽ ലിക്വിഡിൽ ഇട്ടാൽ അതിനൊരു ലോസ് ഓഫ് വെയിറ്റ് ഉണ്ടാവും അല്ലേ, അതിനൊരു ലോസ് ഓഫ് വെയിറ്റ് ഉണ്ടാവും. പുറമേ ഉള്ള അത്ര വെയിറ്റ് എവിടെ ഉണ്ടാവില്ല, വെള്ളത്തിനകത്ത് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വേണ്ടത് വെയിറ്റ് ഓഫ് ദ ബോഡിയാണ്. വെയിറ്റ് എന്ന് പറയുമ്പോൾ എം ജി ഓഫ് ബോഡിയാണ്, ബോഡി. അപ്പോൾ എം എന്ന് പറയുമ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി, മാസ് അല്ലേ, ബോഡീൻ്റെ ആണ്. അപ്പോൾ ബോഡീൻ്റെ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആരത്, ബോഡീൻ്റെതാണ്. അപ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്തായി, മാസ് ഇൻറ്റു ജി, വെയിറ്റ് ആയി. ഡിവൈഡ് ബൈ ലോസ് ഓഫ് വെയിറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ലോസ് ഓഫ് വെയിറ്റിന് ഈക്വൽ ആണ് ബോയിൻ്റ് ഫോഴ്സ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറഞ്ഞില്ലേ, ബോയിൻ്റ് ഫോഴ്സ് ഈക്വൽ ടു ലോസ് ഓഫ് വെയിറ്റ് ഈക്വൽ ടു എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ. അപ്പോൾ ലോസ് ഓഫ് വെയിറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, ലോസ് ഓഫ് വെയിറ്റ് ഇങ്ങനെയായിരുന്നു. ലോസ് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത് വോളിയം ഓഫ് ബോഡി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്നായിരുന്നു. ഇവിടുത്തെ ലിക്വിഡ് ആരാണ്, വാട്ടറാണ്. വോളിയം ഓഫ് ബോഡി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആരാണ്, വാട്ടറാണ്. വോളിയം ഓഫ് ബോഡി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻറ്റു ജി. ഇതായിരുന്നു ലോസ് ഓഫ് വെയിറ്റിൻ്റെ ഫോമുല, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ ജി ക്യാൻസൽ, അപ്പോൾ ഇങ്ങനെ കിട്ടും സിഗ്മ ബൈ റോ വാട്ടർ. കണ്ടോ, ഇതേ ആൻസർ, സിഗ്മ ബൈ റോ വാട്ടർ, ഇതേ ആൻസർ കിട്ടും. അപ്പോൾ ഇത് ചെയ്താൽ, ഈ സംഭവം നമ്മൾ ചെയ്താൽ അതേ ആൻസർ തന്നെ കിട്ടും. ഇപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റിൻ്റെ അനദർ ഫോമുല ഇത്. ഓക്കെ, ഇനി അടുത്തത് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ്. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ്, ഇത് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ഏതോ ഒരു ബോഡീൻ്റെ കേസ് നമ്മൾ പറഞ്ഞത്. അടുത്ത റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ആണ്. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്ന് പറയുമ്പോൾ എന്താ കിട്ടണ്ടേ, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇങ്ങനെയല്ലേ കിട്ടണ്ടേ, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് കിട്ടണം. ഇതായിരിക്കും റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എപ്പം വാട്ടറിൻ്റെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിന് വേറൊരു ഫോമുല ഞാൻ പറഞ്ഞുതരാം. ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ബോഡി ഇൻ ലിക്വിഡ്, ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ബോഡി ഇൻ ലിക്വിഡ്. ഒരു ബോഡീനെ ലിക്വിഡിലിട്ടപ്പോൾ അതിനൊരു എന്ത് സംഭവിച്ചു, ലോസ് ഓഫ് വെയിറ്റ് സംഭവിച്ചു. അപ്പോൾ ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ബോഡി ഇൻ ലിക്വിഡ് ഡിവൈഡ് ബൈ ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ബോഡി ഇൻ വാട്ടർ. ഇത് ചെയ്താൽ, ഇത് സംഭവം ചെയ്താൽ നമുക്കിത് കിട്ടുമോ നോക്കാം. ലോസ് ഓഫ് വെയിറ്റിൻ്റെ ഫോമുല എന്നാ, ലോസ് ഓഫ് വെയിറ്റ് അല്ലേ, ലോസ് ഓഫ് വെയിറ്റ് ഈക്വൽ ടു ബോയിൻ്റ് ഫോഴ്സ് ഈക്വൽ ടു, അങ്ങനെയല്ലേ ലോസ് ഓഫ് വെയിറ്റിൻ്റെ ഫോമുല എപ്പോൾ വി റോ ജി എന്നാ. ലോസ് ഓഫ് വെയിറ്റ് വി റോ ജി. അതിൽ വി എന്ന് പറയുന്നത് വോളിയം ഓഫ് ബോഡി, ഇത് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻറ്റു ജി, ആ രൂപത്തിലാണ് വരിക. അപ്പോൾ ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ബോഡി ഇൻ ലിക്വിഡ് എന്ത് വരും, വോളിയം ഓഫ് ബോഡി ലോസ് ഓഫ് വെയിറ്റ് അല്ലേ, വോളിയം ഓഫ് ബോഡി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്നാണ്. ഇത് ലിക്വിഡാണ്. വോളിയം ഓഫ് ബോഡി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻറ്റു ജി ഡിവൈഡ് ബൈ, അഗൈൻ ഇതും ലോസ് ഓഫ് വെയിറ്റ് തന്നെ, പക്ഷേ ഇൻ വാട്ടറാണ്. ഇത് ഇൻ ലിക്വിഡ്, ഇത് ഇൻ വാട്ടറാണ്. അപ്പോൾ ലോസ് ഓഫ് വെയിറ്റ് തന്നെ. ലോസ് ഓഫ് വെയിറ്റിൻ്റെ ഫോമുല എന്നാ, വോളിയം ഓഫ് ബോഡി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആരാണ്, വാട്ടറാണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്ന് പറയുമ്പോൾ വാട്ടറാണ്, ഇൻറ്റു ജി. അപ്പോൾ എന്താ ആൻസർ, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ കോൾഡ് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്. ഇപ്പോൾ നമ്മൾ
ഒരു ബീക്കറും അപ്പോൾ ഒരു ബീക്കറുണ്ട്, വാട്ടറുണ്ട്. ഇതിനെ നമ്മൾ ഒരു സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച്, സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിക്കുന്ന വെയിറ്റ് കാണാനാണ്, വെയിറ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് കാണാൻ വേണ്ടി നമ്മളൊരു സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ജസ്റ്റ് ഞാനിങ്ങനെ കാണിക്കുന്നു, അത്രയേ ഉള്ളൂ, ഇങ്ങനെ കാണിക്കുന്നു. ഇതാണ് ഇവിടുത്തെ സ്പ്രിംഗ് ബാലൻസ്. ഓക്കെ, അപ്പോൾ ഇത് സ്പ്രിംഗ് ബാലൻസ് ആണ്. ഇപ്പോൾ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് നമുക്കിതിൻ്റെ വെയിറ്റ് അളക്കാം. അപ്പോൾ ഇപ്പോൾ സ്പ്രിംഗ് ബാലൻസ് കാണിക്കുന്നത് വെയിറ്റ്, ഈ സ്പ്രിംഗ് ബാലൻസ് കാണിക്കുന്ന വെയിറ്റ്, സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് മെഷർ ചെയ്യുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആരെ വെയിറ്റ് ആയിരിക്കും? ഇതിൻ്റെ മുകളിൽ ആരൊക്കെ ഉണ്ട്? ഇതിൽ ഒരു ബീക്കറുണ്ട്, വാട്ടറുണ്ട്. അപ്പോൾ ഇത് കാണിക്കുക അല്ലേ? സ്പ്രിംഗ് ബാലൻസ് റീഡിംഗ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ബീക്കർ പ്ലസ് വാട്ടർ ആയിരിക്കും. ബീക്കറിൻ്റെയും വാട്ടറിൻ്റെയും കൂടിയുള്ള വെയിറ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആളുടെ വെയിറ്റ് ആണ് ഇത് കാണിക്കുക. അപ്പോൾ വെയിറ്റ് ഓഫ് ബീക്കർ പ്ലസ് വാട്ടർ വരും. ബീക്കറിൻ്റെയും വാട്ടറിൻ്റെയും കൂടിയുള്ള വെയിറ്റ് ആണ് ഇത് കാണിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്ട്രിങ്ങിൻ്റെ അറ്റത്ത്, സ്ട്രിങ്ങിൻ്റെ എൻഡിലായിട്ട് നമ്മളിവിടെ ഒരു ബോഡീനെ ഇതിൽ സസ്പെൻഡ് ചെയ്യുക, ഇതിൽ തൂക്കിയിടുക, വിത്തൗട്ട് ടച്ചിങ് ദ സൈഡ്. ഈ ബോട്ടം ഒന്നും ടച്ച് ചെയ്യാതെ ഒരു ബോഡീനെ ഇതിൽ സസ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഈ ബോഡി സ്പ്രിംഗ് ബാലൻസുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ബോഡീൻ്റെ വെയിറ്റ് ഉണ്ടല്ലോ, അത് സ്പ്രിംഗ് ബാലൻസ് കാണിക്കില്ല. സ്പ്രിംഗ് ബാലൻസ് കാണിക്കുക ബീക്കറിൻ്റെയും വാട്ടറിൻ്റെയും വെയിറ്റ് ആണ്. അത് കൂടാതെ ഇപ്പോൾ ഒരു സംഭവം കൂടി സംഭവിക്കും. അതായത് ഈ ബോഡിക്ക് പുറമേയുള്ള വെയിറ്റ് 10 ന്യൂട്ടൺ ആണ് വിചാരിച്ചോളേ. പുറമേയുള്ള വെയിറ്റ് എത്രയാണ്? 10 ന്യൂട്ടൺ. അതാണ് അതിൻ്റെ ആക്ച്വൽ വെയിറ്റ്. ഈ ബോഡീൻ്റെ ആക്ച്വൽ വെയിറ്റ് ആയത് 10 ന്യൂട്ടൺ. വെള്ളത്തിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റിന് കുറച്ച് ലോസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വെയിറ്റ്, ഈ ബോഡിക്കുള്ള വെയിറ്റ് 7 ന്യൂട്ടൺ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ 7 ന്യൂട്ടൺ എവിടെയുള്ള വെയിറ്റാണ്? അപ്പോൾ ഇതിൻ്റെ പേര് ആക്ച്വൽ വെയിറ്റ്. ഇത് ലോസ് ഓഫ് വെയിറ്റ് ആണോ? അല്ല, ഇത് ലിക്വിഡിനകത്തുള്ള വെയിറ്റ്, ലിക്വിഡിൻ്റെ ഉള്ളിലുള്ള ബോഡിയുടെ വെയിറ്റ്, അകത്തുള്ള വെയിറ്റ് 7 ന്യൂട്ടൺ. ഇതിൻ്റെ പേരാണ് അപ്പാരൻ്റ് വെയിറ്റ് അല്ലേ? അപ്പോൾ ലോസ് ഓഫ് വെയിറ്റ് എത്രയാണ്? ലോസ് ഓഫ് വെയിറ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വൽ വെയിറ്റ് മൈനസ് അപ്പാരൻ്റ് വെയിറ്റ്. ഇത് പുറമേയുള്ള വെയിറ്റ്, ഇത് ലിക്വിഡിനകത്തുള്ള വെയിറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ 3 ന്യൂട്ടൺ കിട്ടും. അപ്പോൾ ഇതാണ് ലോസ് ഓഫ് വെയിറ്റ്. അപ്പോൾ ലോസ് ഓഫ് വെയിറ്റ് എത്രയാണ്? ലോസ് ഓഫ് വെയിറ്റ് 3 ന്യൂട്ടൺ ആണ്. അപ്പോൾ ഈ ബോഡിക്ക് ലിക്വിഡിനകത്തിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ലോസ് ഓഫ് വെയിറ്റ് സംഭവിച്ചു. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ബോഡീനെ ആദ്യമായി നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്താൽ എത്ര ഉണ്ടാവും? പുറത്തേക്ക് എടുത്താൽ 10 ന്യൂട്ടൺ ഉണ്ടാവും. ഇതിനെ പുറമേലെടുത്താൽ വെയിറ്റുകൾ നോക്കുമ്പോൾ 10 ന്യൂട്ടൺ ഉണ്ടാവും. എഗെയിൻ ഉള്ളിലിട്ടാൽ 7 ന്യൂട്ടണേ ഉള്ളൂ. ആരെ കാണാനില്ല? 3 ന്യൂട്ടണെ കാണാനില്ല. ഉള്ളിൽ 7 ന്യൂട്ടൺ ഉണ്ട് മീൻസ് 3 ന്യൂട്ടൺ എവിടെ പോയി? അപ്പോൾ ഇതിന് സംഭവിച്ച ലോസ് ഓഫ് വെയിറ്റ് ഇല്ല, ഈ ബോഡിക്ക് സംഭവിച്ച ലോസ് ഓഫ് വെയിറ്റ് എത്രയാണ്? 3 ന്യൂട്ടൺ. അതായത് ഇങ്ങനെ ആലോചിക്കും, പുറമേ 10, ഉള്ളിലിട്ടപ്പോൾ 7. അപ്പോൾ ആരെ കാണാനില്ല? 3 ന്യൂട്ടനെ കാണാനില്ല. 7 അവിടെ ഉണ്ട്, അപ്പോൾ 3 എവിടെ പോയി എന്നുള്ള ചോദ്യം. 3 ആണ് ലോസ് ഓഫ് വെയിറ്റ്. അത് ആർക്ക് കിട്ടും എന്ന് വെച്ചാൽ ഈ ലിക്വിഡിന് കിട്ടും. എന്ന് വെച്ചാൽ ഈ ബോഡിക്ക് സംഭവിച്ച, ലിക്വിഡിലിട്ടുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഈ ബോഡിക്ക് സംഭവിച്ച ലോസ് ഓഫ് വെയിറ്റ് എവിടെ പോയി? ആ 3 ന്യൂട്ടൺ എവിടെ പോയി? അപ്പോൾ ഈ ബോഡിക്ക് സംഭവിച്ച ലോസ് ഓഫ് വെയിറ്റ് ഈ ലിക്വിഡിന് കിട്ടും. അപ്പോൾ ലോസ് ഓഫ് വെയിറ്റ് 3 ന്യൂട്ടൺ, ആ ലോസ് ഓഫ് വെയിറ്റ് ലിക്വിഡിന് കിട്ടും. അപ്പോൾ ലിക്വിഡിന് കിട്ടുമ്പോൾ ആ വെയിറ്റും കൂടി ആര് കാണിക്കും? സ്പ്രിംഗ് ബാലൻസ് കാണിക്കും. ഓക്കെ, അപ്പോൾ സ്പ്രിംഗ് ബാലൻസ് കാണിക്കുക ആരുടെയൊക്കെ റീഡിങ്, സ്പ്രിംഗ് ബാലൻസ് കാണിക്കുക ആരുടെയൊക്കെ വെയിറ്റ് ആണ്? ഒന്ന് ബീക്കറിൻ്റെ വെയിറ്റ്, ബീക്കറിനകത്തുള്ള വാട്ടറിൻ്റെ വെയിറ്റ് അല്ലേ? പിന്നെ ബോഡിക്ക് സംഭവിച്ച ലോസ് ഓഫ് വെയിറ്റ് ഇപ്പോൾ ആരുടെ കയ്യിലുണ്ടാവുക? വാട്ടറിൻ്റെ കയ്യിലുണ്ടാവുക. വാട്ടറിൻ്റെ കയ്യിലായതുകൊണ്ട് അതും കൂടി സ്പ്രിംഗ് ബാലൻസ് കാണിക്കും.
അപ്പോൾ സ്പ്രിംഗ് ബാലൻസ് റീഡിങ് എന്തായിരിക്കും? സ്പ്രിംഗ് ബാലൻസ് റീഡിങ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒന്ന് വെയിറ്റ് ഓഫ് അല്ലേ, വെയിറ്റ് ഓഫ് ബീക്കർ പ്ലസ് വാട്ടർ, വെയിറ്റ് ഓഫ് ബീക്കർ പ്ലസ് വാട്ടർ, ബീക്കറിൻ്റെയും വാട്ടറിൻ്റെയും കൂടിയുള്ള വെയിറ്റ് കാണിക്കും. പ്ലസ് കഴിഞ്ഞോ? ഇല്ല, ആ ബോഡിക്ക് സംഭവിച്ച ലോസ് ഓഫ് വെയിറ്റും കൂടി ഇതിന് കിട്ടും. അപ്പോൾ അതും കൂടി കാണിക്കും. അപ്പോൾ പ്ലസ് ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ബോഡി, പ്ലസ് ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ബോഡി. ഇതായിരിക്കും ഇപ്പോഴത്തെ സ്പ്രിംഗ് ബാലൻസ് റീഡിങ്. ഓക്കെ, നെക്സ്റ്റ് വോളിയം ഓഫ് cavity inside a metal, volume of cavity inside a metal. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു മെറ്റൽ വിചാരിക്കും, ഒരു മെറ്റാലിക് ബോഡി വിചാരിക്കും. ഇതിൻ്റെ ഉള്ളിലൊരു ക്യാവിറ്റി ഉണ്ട്, ഒരു ഹോൾ ഇതിൻ്റെ ഉള്ളിലാണ്, ഒരു സ്ഫിയർ അങ്ങ് വിചാരിക്കും, സ്ഫിയർ അതിൻ്റെ ഉള്ളിലൊരു ക്യാവിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് പുറമേ നോക്കിയാൽ അതിനെ കാണാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ മെറ്റീരിയൽ ഉണ്ട്, ഈ സ്ഥലത്തൊക്കെ മെറ്റീരിയൽ ഉണ്ട്. ഒരു അയൺ സ്ഫിയർ അങ്ങ് വിചാരിക്കും, ഇരുമ്പുള്ള ഒരു സ്ഫിയർ അങ്ങ് വിചാരിക്കും, അതിൻ്റെ ഉള്ളിൽ ഒരു ക്യാവിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ മെറ്റീരിയൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്യാവിറ്റി എന്ന് പറയുമ്പോൾ അതിന് മാസില്ലല്ലോ, മാസില്ല. അങ്ങനെയാണെങ്കിൽ ഈ ക്യാവിറ്റീൻ്റെ ഈ മെറ്റീരിയലിൻ്റെ മാസ് ഞാൻ എം എടുത്തു. ആ മെറ്റീരിയലിന് മാത്രമേ മാസ് ഉള്ളൂ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ മാസ് പറയുമ്പോൾ ക്യാവിറ്റിക്ക് മാസ് ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാസ് ഞാൻ എം എടുത്തു. പിന്നെ ഈ മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി സിഗ്മയാണ്, മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റിയാണ് സിഗ്മ. ആ മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി സിഗ്മ. അങ്ങനെയാണെങ്കിൽ എനിക്ക് വോളിയം ഓഫ് മെറ്റീരിയൽ എന്ത് വരും? വോളിയം ഓഫ് മെറ്റീരിയൽ. ആ മെറ്റീരിയലിൻ്റെ വോളിയം ഞാൻ വി ഡാഷ് എടുക്കുന്നു. അപ്പോൾ ഇത് ടോട്ടൽ വോളിയം അല്ല മക്കളെ, ടോട്ടൽ വോളിയം അല്ല. ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം സ്പേസ് അല്ലേ ടോട്ടൽ വോളിയം. നമ്മൾ പറഞ്ഞ വോളിയം ഓഫ് മെറ്റീരിയൽ, ആ മെറ്റീരിയലിൻ്റെ, കാരണം മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റിയാണ് സിഗ്മ. അപ്പോൾ വോളിയം ഓഫ് മെറ്റീരിയൽ, വോളിയം എങ്ങനെ കാണാം? വോളിയം എന്ന് പറയുന്നത് മാസ് ബൈ ഡെൻസിറ്റി കാണാം. വോളിയം എന്ന് വെച്ചാൽ മാസ് ബൈ ഡെൻസിറ്റി ആയിരിക്കും അല്ലേ, കാരണം എങ്ങനെയല്ലേ, മാസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം എന്ന് പറയുമ്പോൾ മാസ് ബൈ ഡെൻസിറ്റി വരും. ഓക്കെ, അപ്പോൾ വോളിയം മാസ് ബൈ ഡെൻസിറ്റി ആരുടെ? ഡെൻസിറ്റി ഓഫ് മെറ്റീരിയൽ അതെത്രയാണ്? സിഗ്മ. ഇതിൽ ക്യാവിറ്റി വരുന്നില്ല കേട്ടോ, ക്യാവിറ്റി ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. അപ്പോൾ ഇത് ടോട്ടൽ വോളിയം അല്ല, ഈ മെറ്റീരിയലിൻ്റെ മാത്രം വോളിയമാണ്. ഈ ബോഡീൻ്റെ ടോട്ടൽ വോളിയം അല്ല. ടോട്ടൽ വോളിയം എന്ന് പറയുമ്പോൾ അതിൽ ആരും കൂടി വരും? ക്യാവിറ്റിയും കൂടി വരും. ഈ മെറ്റീരിയലിൻ്റെ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഈ ബോഡീനെ, കാണുന്ന ഈ ബോഡീനെ നമ്മൾ വെള്ളത്തിനകത്തേക്ക് ഇടുക. ഇവിടെ വാട്ടർ. ഓക്കെ, വാട്ടറിൻ്റെ ഡെൻസിറ്റി നമുക്ക് റോ വാട്ടർ എന്ന് അല്ലേ. അപ്പോൾ വാട്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? ഈ ബോഡീനെ എടുത്തിട്ട് നമ്മൾ വാട്ടറിനകത്തേക്ക് ഇടുന്നു. ഈ ബോഡീനെ നമ്മൾ വെള്ളത്തിനകത്തേക്ക് ഇട്ടു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇവിടെയൊക്കെ മെറ്റീരിയൽ ഉണ്ട്, ബോഡീൻ്റെ മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ വെള്ളത്തിനകത്തിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അകത്തിട്ട് കഴിഞ്ഞാൽ ഈ ബോഡിക്കൊരു ലോസ് ഓഫ് വെയിറ്റ് ഉണ്ടാവും അല്ലേ. അപ്പം ഞാൻ എഴുതുന്നു ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ബോഡി. ലോസ് ഓഫ് വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്, ലോസ് ഓഫ് വെയിറ്റിനെ ഞാൻ ഇങ്ങനെ എടുക്കുന്നു. ലോസ് ഓഫ് വെയിറ്റിനെ ഞാൻ W - W ഡാഷ് എടുക്കുന്നു. ലോസ് ഓഫ് വെയിറ്റിനാ ഇതിനെ നമ്മൾ W - W ഡാഷ് എടുക്കുന്നു. അപ്പോൾ W എന്തായിരിക്കും? W ഡാഷ് എന്തായിരിക്കും? ഇങ്ങനെ എടുക്കുന്നു. W എന്ന് പറയുമ്പോൾ ആക്ച്വൽ വെയിറ്റ്, ശരിക്കുള്ള വെയിറ്റ്, പുറമേയുള്ള വെയിറ്റ്. -W ഡാഷോ?
ഡബ്ല്യു ഡാഷ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിക്വിഡിൻ്റെ ഉള്ളിലുള്ള വെയിറ്റിൻ്റെ പേരെന്താ അപ്പാരൻ്റ് വെയിറ്റ്. അപ്പോൾ ആക്ച്വൽ വെയിറ്റ് മൈനസ് അപ്പാരൻ്റ് വെയിറ്റ്, ഇതിൻ്റെ പേരാണ് ലോസ് ഓഫ് വെയിറ്റ്. ഇനി ലോസ് ഓഫ് വെയിറ്റിൻ്റെ ഫോർമുല എന്തായിരുന്നു? ലോസ് ഓഫ് വെയിറ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? വെയിറ്റ് ഓഫ് ഇങ്ങനെയായിരുന്നു, വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് അങ്ങനെയായിരുന്നു. വെയിറ്റ് ഓഫ് ഡിസ്പ്ലേസ്ഡ് ലിക്വിഡ്, ഡിസ്പ്ലേസ്ഡ് വാട്ടർ അല്ലേ, ഇവിടുന്ന് വാട്ടർ അല്ലേ ഡിസ്പ്ലേസ്ഡ് ആവുക, ഡിസ്പ്ലേസ്ഡ് ആകുന്ന ആൾ വാട്ടർ അല്ലേ, ഇതിനകത്ത് വാട്ടർ അല്ലേ ഉള്ളത്. ഓക്കെ, വെയിറ്റ് എന്ന് പറയുമ്പോൾ എം ജി ആരുടെ? ഡിസ്പ്ലേസ്ഡ് വാട്ടറിൻ്റെ. എം എന്ന് പറയുമ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ഓക്കെ മക്കളെ, ഇത് ഇപ്പോൾ വെള്ളത്തിനകത്തിട്ടാൽ ഈ വാട്ടർ എവിടുന്നാണ് ഡിസ്പ്ലേസ്ഡ് ആവുക? ഈ ഫുൾ സ്ഥലത്തുള്ള ഈ ഫുൾ സ്പേസിലുള്ള ഫുൾ വോളിയം, ഈ ബോഡീൻ്റെ ഫുൾ വോളിയം ഞാൻ വി ആയിട്ട് എടുത്തു. ഈ ഫുൾ സ്ഥലത്തുള്ള വാട്ടറും ഡിസ്പ്ലേസ്ഡ് ആവും. കാരണം കാവിറ്റി ഉള്ളത് അതിൻ്റെ ഉള്ളിലല്ല, കാവിറ്റീൻ്റെ ഉള്ളിലേക്ക് വെള്ളം കടക്കൂലല്ലോ, അതിൻ്റെ ഉള്ളിലാണ്, സ്ഫിയർ വിചാരിക്കുക അതിൻ്റെ ഉള്ളിലാണ്, അതിലേക്ക് വെള്ളം കടക്കൊന്നുമില്ല. അപ്പോൾ ഈ ഫുൾ സ്ഥലം എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ വോളിയം. അപ്പോൾ ഈ ബോഡീൻ്റെ ടോട്ടൽ വോളിയം, അതിൽ കാവിറ്റിയും കൂടി വരും. ടോട്ടൽ വോളിയം എന്ന് പറയുമ്പോൾ അതിൽ കാവിറ്റിയും കൂടി വരും. നേരത്തെ നമ്മൾ കണ്ട വോളിയം എന്ന് പറയുന്നത് മെറ്റീരിയലിൻ്റെ മാത്രം വോളിയമാണ്, ഈ പുറമേയുള്ള ഈ മെറ്റീരിയലിൻ്റെ മാത്രം വോളിയമാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഫുൾ സ്പേസിൽ നിന്നും ഇവിടെ ഉണ്ടായിരുന്ന വാട്ടർ, ബോഡി വന്ന് നിന്നാൽ എന്ത് ചെയ്യണം? ഇവിടെയുള്ള വാട്ടർ മാറിക്കൊടുക്കും അല്ലേ. അപ്പോൾ ഈ ഫുൾ സ്പേസിലുള്ള വാട്ടറും എന്താവും? ഡിസ്പ്ലേസ്ഡ് ആവും. അപ്പോൾ ഫുള്ളും ഡിസ്പ്ലേസ്ഡ് ആവും. അപ്പോൾ വോളിയം എത്രയാണ്? വോളിയം വി. വോളിയം ഓഫ് ബോഡി ആയിരിക്കും അല്ലേ, വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. കാരണം ഇതിൻ്റെ വോളിയം എത്രയാണോ അത്രയും വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആവും. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടൽ വോളിയമാണേ. വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആരാ ഡിസ്പ്ലേസ്ഡ് ആകുന്നത്? വാട്ടർ അല്ലേ. അപ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ, വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്തായി? മാസ്സായി. മാസ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആയി ഇൻറ്റു ജി എന്ന് പറയുമ്പോൾ വെയിറ്റ് കിട്ടി. അതാ വി റോ ജി. അതിൻ്റെ ഫോമിൽ ലോസ് ഓഫ് വെയിറ്റ് അപ്പോൾ അങ്ങനെയല്ലേ, ലോസ് ഓഫ് വെയിറ്റ് വി റോ ജി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ കിട്ടി ഡബ്ല്യു മൈനസ് ഡബ്ല്യു ഡാഷ്, അതാണ് ലോസ് ഓഫ് വെയിറ്റ് ഈക്വൽ ടു വി റോ ജി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് വി എന്ത് വരും? വി ഈക്വൽ ടു ഡബ്ല്യു മൈനസ് ഡബ്ല്യു ഡാഷ് ബൈ റോ വാട്ടർ ജി എന്ന് കിട്ടും. ഡബ്ല്യു മൈനസ് ഡബ്ല്യു ഡാഷ് ബൈ റോ വാട്ടർ ജി. ഇതാണ് വി എന്ന് പറയുമ്പോൾ എന്താണ്? ടോട്ടൽ വോളിയമാണ്. ഇത് ടോട്ടൽ വോളിയം, ഈ ബോഡീൻ്റെ ടോട്ടൽ വോളിയം. ഇത് മെറ്റീരിയലിൻ്റെ വോളിയം. അപ്പോൾ നമുക്കൊന്ന് കിട്ടിയത് ടോട്ടൽ വോളിയം വി. ഓക്കെ, ഇതിലുള്ള ഈ മെറ്റീരിയലിൻ്റെ മാത്രം വോളിയം വി ഡാഷ് അല്ലേ, മെറ്റീരിയലിൻ്റെ വോളിയം വി ഡാഷ്, ടോട്ടൽ വോളിയം വി. ഈ മെറ്റീരിയലിൻ്റെ വോളിയമാണ് വി ഡാഷ്. അപ്പോൾ ടോട്ടൽ വോളിയം മൈനസ് മെറ്റീരിയലിൻ്റെ വോളിയം കണ്ടാൽ ആരെ വോളിയം കിട്ടും? ഈ ക്യാവിറ്റീൻ്റെ ഉള്ളിലുള്ള ക്യാവിറ്റീൻ്റെ വോളിയം കിട്ടും. അപ്പോൾ ക്യാവിറ്റീൻ്റെ വോളിയം എങ്ങനെ കാണാം? ടോട്ടൽ വോളിയം മൈനസ് ഈ മെറ്റീരിയലിൻ്റെ വോളിയം ചെയ്താൽ ഈ ക്യാവിറ്റീൻ്റെ വോളിയം കിട്ടും അല്ലേ. അപ്പോൾ ദെർഫോർ വോളിയം ഓഫ് ക്യാവിറ്റി എന്തായിരിക്കും? ടോട്ടൽ വോളിയം മൈനസ് മെറ്റീരിയലിൻ്റെ വോളിയം ആയിരുന്നു ആര്? വി ഡാഷ്. അപ്പോൾ ടോട്ടൽ വോളിയം എത്രയാണ്? ടോട്ടൽ വോളിയമാണ് നമ്മൾ ഈ കണ്ടുപിടിച്ചത്. ഡബ്ല്യു മൈനസ് ഡബ്ല്യു ഡാഷ് ബൈ റോ വാട്ടർ ജി, ടോട്ടൽ വോളിയം മൈനസ് മെറ്റീരിയലിൻ്റെ വോളിയം എന്തായിരുന്നു? എം ബൈ സിഗ്മ. ഇതായിരിക്കും വോളിയം ഓഫ് ക്യാവിറ്റി. ഓക്കെ, ദിസ് ഈസ് ദ വോളിയം ഓഫ് ക്യാവിറ്റി. ഓക്കെ, ക്ലിയർ? ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.